ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും പഠിക്കുന്ന സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് SCERT പാഠപുസ്തകമാണ്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ പാഠപുസ്തകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ സ്വതന്ത്രാനന്തര ഭാരതം നേരിട്ട വെല്ലുവിളികൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു. എന്താണ് ഈ പറയുന്ന സ്വതന്ത്രാനന്തര ഭാരതം നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്താണ് ഒരു വിഭജനം, രണ്ട് രാജ്യങ്ങളായിട്ട് നമ്മുടെ രാജ്യം എന്ത് ചെയ്തു? വിഭജിക്കപ്പെട്ടു. രാജ്യം അങ്ങനെ വിഭജിക്കപ്പെട്ടതിന്റെ ഫലമായിട്ട് ഇന്ത്യയിൽ എന്താണ് കലാപങ്ങൾ ഉണ്ടായി. കുറെ മനുഷ്യർ അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും എന്താണ് അഭയാർത്ഥികളുടെ ഒരു വലിയ പ്രവാഹം ഉണ്ടായി. ഇതാണ് സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ നേരിട്ട പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഭരണഘടന രൂപീകരിക്കുന്നതിന് എന്താണ് നമ്മൾ വെല്ലുവിളി നേരിട്ട്. സ്പെഷ്യലായിട്ട് എന്താണ് ജനാധിപത്യ ബോധം ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് ഒരു വലിയ ജനാധിപത്യ രാജ്യമായിട്ട് മാറുന്നതിന് എന്താണ് ഇന്ത്യ വെല്ലുവിളി എന്താണ് നേരിട്ടു. അതിനുശേഷം അതിന്റെ സാമ്പത്തിക രംഗം, അതായത് ബ്രിട്ടീഷുകാർ പൂർണ്ണമായും കൊള്ളയടിച്ചു കൊണ്ടുപോയ നമ്മളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗങ്ങൾ എന്താണ് അത് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അന്നത്തെ ഭരണാധികാരികൾ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെ കുറിച്ചും സാമ്പത്തിക പോളിസികളെ കുറിച്ചും ഒക്കെ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. ഇനി അതിന്റെ എന്താണ് തുടർ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യ സ്വതന്ത്രാനന്തര ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് ഉണ്ടാക്കിയ നേട്ടങ്ങൾ, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ നേടിയ നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുവാനായിട്ട് പോകുന്നത്. ഹെഡിങ് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ എന്നുള്ളതാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള പുരോഗതി കൈവരിച്ചു. ഇന്ത്യയുടെ കാർഷിക പുരോഗതിയിലും വ്യാവസായിക വൽക്കരണത്തിലും സാങ്കേതിക വിദ്യയ്ക്കും സാങ്കേതിക വിദഗ്ധർക്കും എന്തുണ്ട്? ഒരു പ്രധാനമായിട്ടുള്ള പങ്കുണ്ട്. ആധുനിക ശാസ്ത്രത്തിന്റെ ആരാധകനായിരുന്ന നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ എന്താണ് അഭൂതപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചു. നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു? ഇന്ത്യയിൽ എന്ത് ചെയ്തു? ആ കാലഘട്ടത്തിൽ നിലവിൽ വന്നു. അപ്പോ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ ഉണ്ടാക്കിയ പുരോഗതിയെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ ഉണ്ടാക്കിയ പുരോഗതിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കേണ്ട ഒരു നാമം എന്ന് പറയുന്നത്, ഒരു പേരെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ പേരാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് നമ്മൾക്ക് പറയേണ്ടി വരുന്നത്? ഇന്ന് ചരിത്രത്തിൽ നിന്ന് നെഹ്റുവിനെ നീക്കം ചെയ്യുവാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പാഠഭാഗങ്ങൾ എന്ത് ചെയ്യുന്നത്? PSCയുടെ ഭാഗമായിട്ടാണെങ്കിലും പഠിക്കുന്നത്. അതായത് നെഹ്റു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ് മഹാത്മാഗാന്ധിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. മഹാത്മാഗാന്ധി തന്നെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് താൻ ഒരു സനാതന ധർമ്മിയായിട്ടുള്ള ഹിന്ദു എന്നാണ്. വളരെ മതനിഷ്ഠകൾ പാലിച്ചിരുന്ന എന്താണ് ഒരു മതത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രൊപ്പഗൻഡകളിൽ ഒന്നാണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകേണ്ടത്, മറിച്ച് എന്താണ് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. നെഹ്റു രാഷ്ട്രീയം കളിച്ചുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുകയായിരുന്നു എന്നൊക്കെ എന്താണ് ഇന്ന് നിങ്ങൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിങ്ങൾ ചർച്ചകൾ കേൾക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗാന്ധിജി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത് പട്ടേലിനെ ആയിരുന്നില്ല, മറിച്ച് ഗാന്ധിജി ഒരു തീവ്ര ഹിന്ദുമത വിശ്വാസി ആയിരുന്നിട്ടുകൂടി അദ്ദേഹം എന്താണ് അത്തരത്തിലൊരു വ്യക്തി ആയിരുന്നില്ല ഇന്ത്യയുടെ എന്താണ് പിൻഗാമിയായിട്ട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ഇന്ത്യയെ നയിക്കുന്നതിനായിട്ട് എന്താണ് തെരഞ്ഞെടുത്തത് എന്താണ് ഒരു തീവ്രമത ഹിന്ദു വിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തിയെയോ ഒന്നുമല്ല. ഗാന്ധിജി ഒരു മതവിശ്വാസിയായിരുന്നു, അതിശക്തമായിട്ട് ഹിന്ദു മതത്തിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. പക്ഷേ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്താണ് നല്ല ഗ്രാഹ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്വതന്ത്ര ഭാരതം അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ പ്രധാനമന്ത്രിയാക്കാനായിട്ട് നെഹ്റുവിനെയാണ് അദ്ദേഹം ഇത് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് അദ്ദേഹം എന്ത് ചെയ്തത് പറഞ്ഞത്
ജവഹർലാൽ നെഹ്റുവിനെയാണ്. എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നെഹ്റു ലിബറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല നെഹ്റു എന്താണ് ഒരു ആഗ്നോയിസ്റ്റ് ആണ്, നിരീശ്വരവാദിയാണ് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും കൂടുതലായിട്ട് എന്താണ് ഒരു ആഗ്നോയിസ്റ്റ് ആണ് നെഹ്റു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ എന്തുകൊണ്ടാണ് ഗാന്ധിജിയെ പോലെ ഒരു ഹിന്ദുമത വിശ്വാസിയായിട്ടുള്ള, മതത്തിൽ വളരെ അതിശക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഒരു വ്യക്തിയെ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് തെരഞ്ഞെടുത്തു? അതിന് കാരണം എന്ന് പറയുന്നത് അന്നത്തെ ഇന്ത്യയെ എന്താണ് രൂപപ്പെടുത്തുവാനും നയിക്കുവാനും നെഹ്റുവിനോളം കെൽപ്പുള്ള ആരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നെഹ്റുവിനെ പോലെയുള്ള ഒരു ഭരണാധികാരിയാണ് ഇന്ത്യക്ക് വേണ്ടത് എന്നുള്ള ബോധ്യം ആർക്കുണ്ടായിരുന്നു? മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആരെ തെരഞ്ഞെടുത്തത്? ജവഹർലാൽ നെഹ്റുവിനെ തെരഞ്ഞെടുത്തത്. അപ്പോ സാങ്കേതിക വിദ്യ, ഇപ്പോ നമ്മള് കൃഷി, വ്യവസായവൽക്കരണം, ഈ രംഗങ്ങളിലൊക്കെ നമ്മൾ പുരോഗതി നേടി എന്ന് പറഞ്ഞു. വെറുതെ എന്താണ് ഒരു പുരോഗതിയല്ല നേടുന്നത്. നമ്മൾ എന്താണ് ഈ സാങ്കേതിക വിദ്യകൾ, സാങ്കേതിക വിദഗ്ധർ, ഇവർക്കൊക്കെ എന്തിൽ പങ്കുണ്ട്? കൃഷിയുടെ വളർച്ചയിൽ പങ്കുണ്ട്. പിന്നെ എന്താണ് വ്യാവസായിക വൽക്കരണത്തിന്റെ വളർച്ചയിലൊക്കെ സാങ്കേതിക വിദ്യക്കും സാങ്കേതിക വിദഗ്ധർക്കും എന്തുണ്ട്? പങ്കുണ്ട്. കാരണം ഈ സാങ്കേതിക വിദ്യയെയും സാങ്കേതിക വിദഗ്ധരെയും ഒന്നും മാറ്റി നിർത്തിക്കൊണ്ട് യാതൊരു മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? വളർച്ച നേടുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല നെഹ്റു എന്ന് പറയുന്ന പ്രധാനമന്ത്രി വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല അദ്ദേഹം എന്താണ് സയൻസ് അല്ലെങ്കിൽ എന്താണ് ശാസ്ത്രം എന്ന് പറയുന്നത് സയൻസിന്റെ ഒരു എന്താണ് ഒരു മലയാളിവൽക്കരണമായിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ശാസ്ത്രം എന്നുള്ളത്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ശാസ്ത്രത്തിന് ഒരു പ്രശ്നമുണ്ട്. ഇവിടെ എന്താണ് ജ്യോതിഷം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു ശാസ്ത്രമാണ്. ഗൗളി ശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്താണ് ഒരു ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസിക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെയൊക്കെ ശാസ്ത്രം എന്ന് പറയുന്നത്. സയൻസിന് അതിനോട് എന്താണ് പരിപൂർണമായിട്ടും നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു മലയാളം ട്രാൻസ്ലേഷൻ എന്താണ് കൃത്യമായിട്ട് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ വളരെയധികം സയന്റിഫിക് ടെമ്പർ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു ആരെന്ന് പറയുന്നത്? ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളാണ് എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു പോയ ഇന്ത്യ എന്ത് ചെയ്യുന്നത് ഇന്ന് കാണുന്ന പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ചത് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ആ പ്രധാനമന്ത്രിയുടെ എന്താണ് ദീർഘവീക്ഷണങ്ങളായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് വിവിധങ്ങളായിട്ടുള്ള രംഗങ്ങളിൽ നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കി. അതിന്റെ ഇതായിട്ട് എന്താണ് ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്നു. അതിൽ എന്താണ് നെഹ്റുവിന്റെ പങ്കും എന്താണ് വളരെ വലുതായിരുന്നു. നെഹ്റു ഇത്തരം സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ എന്താണ് ഒരു നിഷ്കർഷ പുലർത്തിയിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. കൂടുതലായിട്ട് സയൻസിനെയാണ് എല്ലാ കാര്യങ്ങളിലും. ചില പ്രധാനമന്ത്രിമാർ ഇപ്പോഴും ആധുനിക കാലഘട്ടത്തിലും അവരുടെ അധികാരം നിലനിർത്തുവാനായിട്ട് മതത്തെ ഉപയോഗിക്കുമ്പോൾ നെഹ്റു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് എന്താണ് സയന്റിഫിക് ടെമ്പർ, അടിമുടി മതത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു രാജ്യത്താണ് ഈ സയന്റിഫിക് ടെമ്പറിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് ആ കാലഘട്ടത്തിൽ കിട്ടിയത് എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ഇന്നൊക്കെ എന്താണ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുകയും ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ ആകുകയായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഒരു ലെവൽ എന്ന് പറയുന്നത് വേറൊരു തലത്തിൽ പോകുമായിരുന്നു. കാരണം ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. ഈ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെങ്കിൽ എന്താണ് ഇന്ത്യ നമ്മളൊരു കുറച്ചുകൂടി ഒരു മികവാർന്ന രാഷ്ട്രമായിട്ട് മാറുമായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതി എന്ന് പറയുന്ന ഒരു സമിതി എന്താണ് രൂപീകരിച്ചു. അത് ഇന്ത്യൻ ഗവൺമെന്റിന് ഇന്ത്യൻ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് മാറി. ഇത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നാണ് അതിനെ എന്ത് ചെയ്യുന്നത് ആ സ്ഥാപനത്തെ പറയുന്നത്. 1942 ഈ CSIR എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത്. ഈ പറയുന്ന രാമസ്വാമി മുതലിയാർ, ശാന്തി സ്വരൂപം ഭട്നാഗർ, ഹോമി ജെ ബാബ എന്നിങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തന ഫലമായിട്ട് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് എന്തെന്ന് പറയുന്നത് ശാസ്ത്ര വ്യവസായ ഗവേഷണ സമിതി എന്ന് പറയുന്നത്. 1942 ഇത് രൂപീകരിക്കപ്പെടുന്നത്. പിന്നീട് ഇത് ഇന്ത്യൻ മിനിസ്ട്രിയുടെ എന്താണ് ഒരു ഓട്ടോണമസ് സംഘടനയായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറയുന്നത് ഈ CSIR എന്ന് പറയുന്നത്. മറ്റൊരു ഗവേഷണ സ്ഥാപനം എന്ന് പറയുന്നത് ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതിയാണ്. എന്താണ് ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി. ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് ICAR എന്നാണ് പറയുക. ICAR ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ
റിസർച്ച് എന്നാണ് പറയുന്നത്. ഈ സംഘടന രൂപീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഗവേഷണ സ്ഥാപനം രൂപീകരിക്കപ്പെടുന്നത് 1929 കാലഘട്ടങ്ങളിലാണ്. എന്താണ് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തുക അല്ലെങ്കിൽ ഈ ആധുനികതയെ എന്താണ് കൃഷിയുമായി ബന്ധിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്. ഇപ്പോ ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളുടെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എന്ന് പറയുന്നത് ഈ ICAR എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മറ്റൊരു പ്രചരണമാണ് ജൈവ കൃഷി എന്ന് പറയുന്നത്. ജൈവ കൃഷി വളർത്തൽ വളരെ ട്രെൻഡിങ്, കേരളത്തിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ജൈവ കൃഷി എന്ന് പറയുന്നത്. ഈ ജൈവ കൃഷിയുടെ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതി, അതായത് കെമിക്കൽസ്, ഫെർട്ടിലൈസർ, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിന്റെ പട്ടിണിയെ മറികടന്നത്. അത് നിങ്ങൾ എന്താണ് ഒരു ജൈവ കൃഷിയാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ നടത്തിയിരുന്നെങ്കിൽ ഇന്ത്യ പട്ടിണിയിൽ നിന്നും വീണ്ടും പട്ടിണിയിലേക്ക് പോകുമായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്താണ് ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ തകർച്ച. ജൈവ കൃഷിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തകർന്നു പോയ ഒരു രാജ്യമാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. അപ്പോ ജൈവ കൃഷിയൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാം, നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം, എന്ത് ചെയ്യാം, ഉൽപ്പാദിപ്പിക്കാം, സ്വന്തം ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അതിന്റെ സമയവും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഇത് പുറത്തു കൊണ്ടുപോയി വിൽക്കുമ്പോൾ എന്താണ് നമുക്ക് വലിയ വില നൽകേണ്ടി വരും. അതാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ വരുമാനത്തെക്കാൾ കവിഞ്ഞ വില നമുക്ക് ഈ സാധനം എന്ത് ചെയ്യണം, നല്ല സാധനം കിട്ടാൻ കാശ് കൂടുതൽ കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ എല്ലാ സാധാരണക്കാരുടെയും അവസ്ഥ അതല്ല എന്നുള്ളത് കൂടി, നമ്മുടെ വരുമാനവും കൂടി എന്താണ് ഇതിൽ പ്രധാനപ്പെട്ട ഘടന. അപ്പൊ എന്താണ് പിന്നെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. എന്താണ് ഈ പറയുന്ന സാധനങ്ങളുടെ വില കൂടുതലായിരിക്കും. ഇത് ഉണ്ടാക്കുന്നതിനായിട്ട് ബീൻസ് ഒക്കെ അല്ലെങ്കിൽ ബീൻസോ പച്ചമുളകോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് എന്നാൽ കൂടുതലായിട്ട് ഫണ്ട് മുടക്കേണ്ടി വരും. ഫണ്ട് മുടക്കുന്ന ആളത് നമുക്ക് അയാളുടെ ലാഭത്തിലല്ലേ വിൽക്കാൻ അദ്ദേഹത്തിന് കഴിയും. വെറുതെ നമുക്ക് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യില്ല, തരില്ല. അപ്പൊ ഇത്തരം ജൈവ കൃഷി എന്ന് പറയുന്ന സംഭവമൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ സമയവും സന്ദർഭവും ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, ചെയ്യാൻ പറ്റിയുള്ളൂ. ഒരു മാസീവ് പ്രൊഡക്ഷനോ ഒരു വലിയൊരു രാജ്യത്തെ പോറ്റുന്നതിനോ ഒന്നും ശേഷി ഈ പറയുന്ന ജൈവ പച്ചക്കൃഷി പരിപാടിക്ക് ഇല്ല എന്നുള്ള സത്യം എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. ഈ സംഘടന രൂപീകരിക്കപ്പെടുന്നത് 1911കളിലാണ്. എന്താണ് IRFA, ഇന്ത്യൻ റിസർച്ച് ഫണ്ടോ അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഘടന രൂപീകരിക്കപ്പെടുന്നത്. പിന്നീട് എന്താണ് 1949 കാലഘട്ടങ്ങളിലാണ് ICMR എന്ന് പറയുന്നത്. അതായത് മെഡിക്കൽ രംഗത്ത് കൂടുതൽ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്ന ഒരു സംഘടനയായിട്ട് എന്ത് മാറിയത് ഈ ICMR എന്ന പേര് സ്വീകരിക്കുകയും ആ സംഘടന 1949ലാണ് ICMR ആയിട്ട് മാറുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് എന്ന് പറയുന്ന സംഘടന. മറ്റൊരു പ്രധാനപ്പെട്ട പറയുമ്പോൾ നിങ്ങൾ പലരും ഇതിനോട് അംഗീകരിക്കില്ല, എങ്കിലും ഞാൻ നിങ്ങളോട് പറയാം. അടുത്ത ഒരു തട്ടിപ്പാണ് എന്താണ് നാടൻ ചികിത്സ, ഹോമിയോപ്പതി, ആയുർവേദം തട്ടിപ്പാണെന്നല്ല. ഇതിന്റെയൊക്കെ പ്രധാന പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും അപ്ഡേറ്റഡ് അല്ല. അതാണ് ഇതിന്റെയൊക്കെ പ്രശ്നം. ഇതൊന്നും അപ്ഡേറ്റഡ് അല്ല. അപ്ഡേറ്റഡ് ആയിട്ട് ഒരു സാധനമേ ഉള്ളത് മോഡേൺ സയൻസ് ആണ്. ഇന്ന് നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഒരു ഗംഭീര ആക്സിഡന്റ് പറ്റിക്കിടക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ അടുത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമോ ഇല്ലെങ്കിൽ അടുത്തുള്ള മോഡേൺ സയൻസിന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും? ഒറ്റ ഉത്തരവുകൾ, നിങ്ങൾ ഒന്നും നോക്കില്ല, നിങ്ങൾ അവനെ എടുത്തുകൊണ്ട് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് അല്ല എന്തുണ്ടെങ്കിലും നിങ്ങൾ അവനെ നല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഇംഗ്ലീഷ് മെഡിസിൻസ് കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ഇന്ന് മോഡേൺ മെഡിസിൻസ് കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോകും. കാരണം നിങ്ങൾക്കറിയാം എന്താണ് അവിടെ നിങ്ങളുടെ യുക്തി പ്രവർത്തിക്കും. എന്താ നിങ്ങൾക്കറിയാം ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവൻ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്താണ് ആധുനിക ചികിത്സ അവന് ആവശ്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവനെ കൊണ്ടുപോകും. ആയുർവേദം ഒന്നും തട്ടിപ്പാണ് എന്നല്ല ഞാൻ പറയുന്നത്, അത് അപ്ഡേറ്റഡ് അല്ല. ചില അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കോ മാത്രമേ അവിടെ ചികിത്സകളുള്ളൂ. അല്ലാതെ ഈ ലോകത്തുള്ള എല്ലാ അസുഖങ്ങൾക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ചികിത്സ ഇല്ല എന്നുള്ളത് അതൊരു നഗ്നമായ സത്യമാണ്. ഹോമിയോപ്പതി എന്ന് പറയുന്നത് വലിയൊരു തട്ടിപ്പാണ്.
ആയുർവേദത്തെ വെച്ച് നോക്കുമ്പോൾ ഹോമിയോപ്പതി എന്ന് പറയുന്നത് വലിയ ഒരു തട്ടിപ്പാണ്. ഇതിന്റെ ഈ ഹോമിയോപ്പതിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ജർമ്മനിയിലാണ്. ഈ ജർമ്മനിയിൽ ഇപ്പോൾ അതൊരു സ്യൂഡോ സയൻസ് ആയിട്ട് കൈകാര്യം ചെയ്ത വിഷയമാണ് ഈ ഹോമിയോപ്പതി എന്നുള്ളത്. സ്യൂഡോ സയൻസ് ആണ്, കപട ശാസ്ത്രം എന്ന് നമ്മൾ എന്ത് ചെയ്യും മലയാളത്തിൽ പല പറയും. അത്തരത്തിലുള്ള ഒരു സാധനമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്. സാമ്യത്തെ സുഖപ്പെടുത്തും എന്നുള്ളതാണ് ഈ ഹോമിയോപ്പതിയുടെ തിയറി അല്ല. സാമ്യത്തെ കുറെ പഞ്ചസാര മിഠായി തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ആ മിഠായി തിന്നുന്നത്, പക്ഷെ അതുകൊണ്ട് വേറെ ഗുണങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് അതിന് സത്യസന്ധമായിട്ടുള്ള വസ്തുത. മോഡേൺ സയൻസ് ആണ് ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും എന്തുള്ളത് പരിഹാരമുള്ളത്. അപ്പൊ നിങ്ങൾ പറയും സാർ അതിനും ആഫ്റ്റർ എഫക്ട് ഉണ്ടാവില്ല. എഫക്റ്റ് ഉള്ള എല്ലാ കാര്യങ്ങൾക്കും ആഫ്റ്റർ എഫക്ട് ഉണ്ടാകും. ഒരു സാധനത്തിന് ആഫ്റ്റർ എഫക്ട് ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സാധനത്തിന് എഫക്ട് ഇല്ല എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ സംഭവം. ഇപ്പോ നമ്മുടെ വാക്സിനൈസേഷനൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഈ ക്യാമ്പയിനുകൾ കൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. ഇപ്പോ ഈ വാക്സിനൈസേഷൻ ആണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന ലോകത്തുള്ള ഒരുവിധപ്പെട്ട അസുഖങ്ങൾ, നമ്മൾ വസൂരി എന്ന് പറയുന്ന അസുഖം, ഇതിനെയൊക്കെ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുന്ന ഈ വാക്സിനൈസേഷൻ എന്ന് പറയുന്ന സംവിധാനം വഹിച്ച പങ്ക് എന്ന് പറയുന്നത് വലുതാണ്. ഇപ്പോ മറ്റൊരു ഒരു ഉദാഹരണം പറയാം. ഈ 2 ആഴ്ചക്ക് മുമ്പ് കണ്ട വാർത്തയാണ്. സദ്ഗുരു, നിങ്ങൾ സദ്ഗുരുവിനെ അറിയില്ല? സദ്ഗുരു അദ്ദേഹം ആയുർവേദം എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിൽ അടിച്ച് കലക്കി ജനങ്ങളെ വിട്ടിരുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഒരു സർജറി നടത്തിയത് ഒരു ആയുർവേദ ഹോസ്പിറ്റലും അല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ധ്യാന പരിപാടി കൊണ്ടുമല്ല, നല്ല ഒരു മോഡേൺ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് അദ്ദേഹത്തിന്റെ ന്യൂറോ സർജറി എന്ന് തോന്നുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടക്കാണ് അത് നടന്നത്. അദ്ദേഹത്തിന്റെ സർജറി നടത്തിയത്. ഇത്രയൊക്കെ ഉള്ളൂ ആൾക്കാരെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണം. ഇതിന്റെ ഫോളോവേഴ്സ് ഒക്കെ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അത്ര ഉള്ളു കാര്യം. അപ്പൊ നോക്കാം, ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജെ ബാബയായിരുന്നു. പിന്നെന്താണ് SN ഭട്നാഗർ, SN ശാന്തി സ്വരൂപം ഭട്നാഗർ എന്ന് പറയുന്ന SN ഭട്നാഗറും കൂടിയൊക്കെയാണ് എന്തിന് രൂപം കൊടുത്തത്, ഈ പറയുന്ന ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിക്ക് രൂപം നൽകിയത്. മറ്റൊരു പേര് കൂടിയുണ്ട്, AR രാമസോമ മുതലിയാർ എന്നാണ്. അദ്ദേഹവും ഒക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിക്ക് എന്ത് ചെയ്തത്, പദ്ധതികൾക്ക് രൂപം നൽകിയത്. മാത്രമല്ല ഹോമി ജഹാംഗീർ ബാബ, അദ്ദേഹത്തിന്റെ ഹോമി ജെ ബാബ എന്ന് നമ്മൾ അദ്ദേഹത്തിന് വിളിക്കാം. അദ്ദേഹത്തിന്റെ മുഴുവൻ നാമമാണ് പറയുന്നത് ഹോമി ജഹാംഗീർ ബാബ എന്ന് പറയുന്നത്. അദ്ദേഹം നേതൃത്വം നൽകിയ മറ്റു ചില ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, TIFR എന്ന് പറയും. 1945 ആ സ്ഥാപനം രൂപീകരിക്കപ്പെടുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇതാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ, IAE എന്ന് പറയും. ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ എന്ന് പറയുന്ന ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. ഇതിന്റെയൊക്കെ രൂപീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഹോമി ജഹാംഗീർ ബാബ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ മിസൈൽ മാൻ എന്ന് പറയുന്ന അബ്ദുൽ കലാം, അതായത് നമ്മള് APJ അബ്ദുൽ കലാമിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഗുരു എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, HJ ബാബ എന്ന് പറയുന്ന വ്യക്തി. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് ആ ഹോമി ജഹാംഗീർ ബാബ എന്ന് പറയുന്ന വ്യക്തി. ഇനി ലോകോത്തര നിലവാരമുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ ആ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ. അതായത് പട്ടിണി മാറ്റുക മാത്രമായിരുന്നില്ല ലക്ഷ്യം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടെ ഭാവിയിൽ ഇന്ത്യക്കാർ എങ്ങനെയുള്ള മനുഷ്യരായി മാറണം, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം കിട്ടണം, നല്ല എഞ്ചിനീയർമാർ നമ്മളുടെ ഭാരതത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഉണ്ടായി വരണം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിന്റെ പുറത്താണ് അദ്ദേഹം എന്ത് ആരംഭിക്കുന്നത്, ഈ പറയുന്ന എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ലോകത്തിൽ ലോകോത്തര നിലവാരമുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ ആ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ, അതായത് IIT-കൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ 1954 1964 ഇടയിൽ സ്ഥാപിക്കുകയുണ്ടായി. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിന്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറക്കണം എന്ന നെഹ്റുവിന്റെ കാഴ്ചപ്പാടാണ്
ഇതിന് അടിസ്ഥാനമായത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് നോക്കുക. ശാസ്ത്ര സാമഗ്രികളുടെ കാര്യത്തിൽ, വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്താണ്, നമുക്ക് അന്ന് എന്താണ് സ്വന്തം കിട്ടിയ ഒരു രാജ്യം എന്നുള്ള നിലക്ക് നമുക്ക് ഇതിനെല്ലാം പുറത്തുള്ള ആളുകൾ എന്ത് ചെയ്യേണ്ടി വന്നിരുന്നു, ആശ്രയിക്കേണ്ടി വന്നിരുന്നു. പക്ഷെ അത് കുറക്കണം എന്നുള്ള നെഹ്റുവിന്റെ കാഴ്ചപ്പാടാണ് ഇത്തരത്തിലുള്ള എന്താണ് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ എന്ത് ചെയ്യപ്പെട്ടത്, രൂപീകരിക്കുവാനായിട്ട് കാരണമായി മാറിയത്. തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനിതക ശാസ്ത്രം, ജൈവ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവര സാങ്കേതിക വിദ്യ, ആണവോർജം എന്നീ മേഖലകളിൽ എന്ത് സംഭവിച്ചു, വളരെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും. ഇപ്പോ അത് പറയുമ്പോ വേറൊരു കേസ് കൂടി പറയണം കേട്ടോ. ഇപ്പോ ഈ ISRO ചില റോക്കറ്റ് വിടുമ്പോഴും അല്ലെങ്കിൽ ബഹിരാകാശ രംഗത്ത് നേട്ടങ്ങൾ കൊയ്യുമ്പോൾ ചില ആളുകൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്ന ഒരു രീതി ഇന്ത്യയിലുണ്ട്. അതായത് ഞങ്ങളുടെ ഈ പ്രധാനമന്ത്രി വന്നതിന് ശേഷമാണ്, നോക്കൂ ഇന്ത്യ അവിടെ പോകുന്നു, ഇന്ത്യ ഇവിടെ പോകുന്നു. ഇന്നത്തെ ഇന്ത്യ, ഇന്ന് ഭരിക്കുന്ന അല്ലെങ്കിൽ ഒരു 10-20 വർഷമായിട്ട് ഭരിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ആയിട്ടുള്ള ഇന്ത്യയാണ്. നെഹ്റു ഭരിച്ച ഇന്ത്യ എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു മാർക്കറ്റ് പോലും അല്ലായിരുന്നു കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച് എന്താണ് ചണ്ടി പോലെ വലിച്ചെറിഞ്ഞു പോയ ഒരു ഇന്ത്യയാണ് നെഹ്റു രൂപപ്പെടുത്തിയത്. പിന്നീട് വന്ന ഭരണാധികാരികൾക്കൊന്നും അദ്ദേഹം നേരിട്ട ബുദ്ധിമുട്ടുകളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ഇന്ന് പിന്നെ നോക്കൂ, ഞങ്ങളുടെ പ്രധാനമന്ത്രിക്ക് അവിടെ സ്വീകരണം കിട്ടുന്നു, ഞങ്ങളുടെ പ്രധാനമന്ത്രിക്ക് ഇവിടെ സ്വീകരണം കിട്ടുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ അത് ആരായാലും അദ്ദേഹം ലോകരാജ്യങ്ങളോട് ഇടപെടാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്തും അദ്ദേഹത്തിന് സ്വീകരണം കിട്ടും. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒഴിവാക്കിക്കൊണ്ട് ലോകത്തിൽ ഒരു രാജ്യത്തിനും നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിൽ ഒരു വലിയ മാർക്കറ്റാണ്. ഇത്രയും ജനസംഖ്യയുള്ള, മനസ്സിലായില്ലേ, അതിന്റെ പ്രധാനമന്ത്രിക്ക് അതിൻ്റെതായിട്ടുള്ള വെയിറ്റ് ഉണ്ടെന്നേ. അത് ഇന്ന ആളിരിക്കണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഇന്ന ആള് വന്നതിന് ശേഷം ഒന്നുമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ മൻമോഹൻ സിംഗ് ഇരുന്ന കാലത്തും മൻമോഹൻ സിംഗിനെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊന്നും കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടില്ലെന്നുള്ളൂ. അദ്ദേഹം മിണ്ടില്ല, മൗനിബാബയായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തെ കളിയാക്കി ആ കാലഘട്ടത്തിൽ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യത്തിൽ എന്താണ്, ചില കാര്യങ്ങളിൽ നരേന്ദ്രമോദിക്ക് കുറച്ചും കൂടി എന്താണ് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ളത് എന്താണ് സമ്മതിക്കാതിരിക്കാനും എന്തില്ല, സാധ്യമല്ല. അദ്ദേഹത്തിന് ഒത്തിരി കൂടി ചില എസ്പെഷ്യലി ഈ പാകിസ്ഥാനുമായിട്ടുള്ള അല്ലെങ്കിൽ അതിർത്തിയിൽ ഉണ്ടാവുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ എന്താണ് നരേന്ദ്രമോദി കുറച്ചുകൂടി എന്താണ് ആക്റ്റീവാണ്. മൻമോഹൻ സിംഗ് അത്തരം കാര്യങ്ങൾ എന്താണ് നയപരമായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കും. മറ്റേത് അടിയാണെങ്കിൽ തിരിച്ചടി എന്ന് ചെയ്യുന്നിരുന്നു. പക്ഷെ ഈ അടിയാണെങ്കിൽ തിരിച്ചടിയാണ് കൂടുതലായിട്ട് ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുക. ജനങ്ങൾ അത്തരക്കാരെ എന്താണ് ഹീറോ ആയിട്ട് കണക്കാക്കുകയും ചെയ്യും. നയപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളോട് എന്തില്ല, ജനങ്ങൾക്കും വലിയ താല്പര്യം ഉണ്ടായില്ല. അതൊരു ദേശീയതയുടെ ഒക്കെ ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ. നോക്കുക, ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും. സ്വതന്ത്രാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ നിരവധി പര്യവേഷണങ്ങൾ നടത്തി. 1962 ജവഹർലാൽ നെഹ്റുവിന്റെയും ശാസ്ത്രജ്ഞനായിട്ടുള്ള വിക്രം സാരാഭായിയുടെയും എന്താണ് ശ്രമഫലമായിട്ട് ഇന്ത്യ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി എന്ത് ചെയ്തു, രൂപീകരിച്ചു. അതിനെ തുടർന്നുകൊണ്ട് 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. രണ്ടും രണ്ടാണ്. 1969 ISRO എന്താണ്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. 1962 എന്താണ്, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി. എന്താണ്, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി എന്നാണ്. 1962 ISRO എന്നാണ്. ISRO 1969 അപ്പോ ഈ ISROയുടെ രൂപീകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ നേതൃത്വം എന്ത് ചെയ്തു, ഇതിന്റെ കീഴിലായിട്ട് മാറി. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ത് ചെയ്തത്, ആരംഭിച്ചത്. നിങ്ങൾക്ക് വളരെ രസകരമായിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ആദ്യ കാലഘട്ടത്തിൽ സൈക്കിളിന്റെ പുറകിൽ എന്താണ് റോക്കറ്റിന്റെ പാർട്സ് ഒക്കെ കെട്ടിവെച്ച് കൊണ്ടുപോകുന്ന പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം അത് അവിടെ നിന്ന് അത് അതിന്റെ ഒരു തുടക്കമായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ISRO എത്രത്തോളം വളർന്നു, അത് കാലഘട്ടത്തിന്റെ എന്താണ് മാറ്റമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ ഇങ്ങനെ ഒരുപാട് വ്യക്തികൾ അവരുടെ അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ നടത്തിയ സ്ട്രഗിള് കൂടിയാണ് ഇന്ന് ആ സ്ഥാപനം ഇത്രയും വലിയ വളർച്ചയിൽ എത്തി നിന്നത്.
നമ്മൾ പലപ്പോഴും ഇന്നുള്ള വളർച്ച കാണുന്ന പലരും ഇതിന്റെ തുടക്കകാലത്ത് അതിനുവേണ്ടി ജീവിതം ഹോമിച്ച ആളുകളെയും ഒരുപാട് കഷ്ടതകൾ സഹിച്ച, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ശാസ്ത്രജ്ഞർ എടുത്തിരുന്നതിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ആളുകൾ എടുത്തതിൽ കൂടുതൽ എഫർട്ടുകൾ എന്താണ് അന്നത്തെ ആളുകൾ എടുത്തിട്ടുണ്ടാവും. കാരണം എന്താണ്, അതൊരു തുടക്കം സ്റ്റേജ് ആണ്. ഫണ്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ടെക്നോളജി വളർന്നിട്ടുണ്ട്, അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ കൂടിയിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ എന്താണ്, ഈ തുടക്കത്തിൽ എന്താണ് അവര് അനുഭവിച്ച സ്ട്രഗിളിന്റെ ഫലമാണ് പല കാര്യങ്ങളിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് കൂടി എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. അപ്പോ തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിലാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമ ഫലമായി 1975 ആര്യഭട്ട എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം നമ്മൾ എന്ത് ചെയ്തു, വിജയകരമായിട്ട് വിക്ഷേപിച്ചു. അപ്പോ 1975 ആര്യഭട്ട എന്ന് പറയുന്ന എന്ത് ചെയ്തത്, ഒരു ഉപഗ്രഹം നമ്മൾ ആദ്യമായിട്ട് വിജയകരമായിട്ട് വിക്ഷേപിച്ചത്. ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ ചെയ്തു വികസിപ്പിച്ചെടുക്കുവാനായിട്ട് തുടങ്ങി. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുവാനും വിക്ഷേപിക്കുവാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രം എന്നുള്ള ബഹുമതി നേടിയെടുക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിന്റെ ദീർഘദൃഷ്ടി മൂലമാണ്. നോക്കുക, അതായത് ബാക്കി എല്ലാ രാജ്യങ്ങളും അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തത്, നോക്കിയിരുന്നത്. അതായത് ഈ വികസിതമായിട്ടുള്ള രാജ്യങ്ങൾ ചെയ്യുന്ന പരിപാടികളായിരുന്നു എന്ന് പറയുന്നത് ഈ ബഹിരാകാശ ഗവേഷണവും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. നമ്മൾ ഒരു വശത്ത് പട്ടിണി കിടക്കുമ്പോഴും എന്താണ്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടി മുന്നേറ്റം ഉണ്ടാക്കണം എന്ന് നെഹ്റു എന്ത് ചെയ്തിരുന്നു, ചിന്തിച്ചിരുന്നു. ആ കാലഘട്ടത്ത് എന്താണ്, സ്വാതന്ത്ര്യം കിട്ടിയ പല രാജ്യങ്ങളും എന്താണ്, അവരുടെ രാജ്യം ഡെവലപ്പ് ചെയ്യുന്നതിനും അതിനെന്താണ് ഫണ്ടുകൾ ഉണ്ടാക്കുന്നതിനൊക്കെ ഒരുപാട് മാർഗങ്ങൾ നോക്കി. പക്ഷെ ഇത്തരം കാര്യങ്ങളിലൊന്നും പല രാജ്യങ്ങളും എന്തില്ല, ശ്രദ്ധ പുലർത്തിയിരുന്നില്ല. പക്ഷെ നെഹ്റു എന്താണ്, വളരെ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവായിരുന്നുകൊണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ കൂടി. അപ്പൊ ഇത് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളോട് പറയണം. അത് ഈ ഇടതുപക്ഷക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ഒരു പ്രശ്നം. അതായത് നമ്മളൊരു കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നു, മറ്റേ എന്താണ്, എന്തെങ്കിലും ഒരു വിക്ഷേപണം നടത്തുമ്പോൾ ഇവിടെ കുറെ ഫേസ്ബുക്ക് വിപ്ലവകാരികൾ അപ്പൊ പറയുന്നു, ഇന്ത്യയിൽ കോടിക്കണക്കിന് ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ സാറ്റലൈറ്റ് റോക്കറ്റ് മുകളിലേക്ക് വിട്ടിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഈ റോക്കറ്റ് മുകളിൽ പോയതിന്റെയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല ആധുനിക ടെക്നോളജികളും പല കാര്യങ്ങളും എന്താണ്, ഈ റോക്കറ്റ് മുകളിൽ പോയതിന്റെയാണ് നമ്മൾ കാലാവസ്ഥയെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാക്കി നൽകിയ സംഭവമാണ് ഈ റോക്കറ്റ് മുകളിലേക്ക് വിടുക എന്നുള്ളത്. അത് ഇവിടെ പല ആളുകൾക്കും എന്താണ്, ഇപ്പോഴും നേരം വെളുക്കാത്ത കൊണ്ടാണ് അത്തരം ആർഗ്യുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്. അത് ഈ കൂടുതൽ ഈ ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഇത്തരം ആരോപണങ്ങൾ. അതായത് ഇവിടെ മനുഷ്യർ കോടാനുകൂടി മനുഷ്യർ പട്ടിണി കിടക്കുമ്പോൾ റോക്കറ്റ് വിടുന്നു. പട്ടിണിയൊക്കെ ഉണ്ട്, ഇല്ല അതിനെ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളുണ്ട്. പക്ഷെ ഇത് പൂർണ്ണമായിട്ടും പരിഹരിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് നടക്കില്ല. അതുകൊണ്ടാണ് മറ്റു പല ചെറിയ വികസിത ഒരുപാട് രാജ്യങ്ങൾ ലോകത്തുണ്ട്. അവരെക്കാളൊക്കെ എന്താണ്, വലിയ ഒരു ബഹിരാകാശ ചരിത്രം ഇന്ത്യക്കുണ്ടായത്. ഇന്ത്യ ആ കാലഘട്ടത്തിൽ, ആ പട്ടിണിയുള്ള കാലഘട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് തുടങ്ങി, നമ്മൾ ഇത്തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾ അതിന്റെ പാരലായിട്ട് എന്ത് ചെയ്തിരുന്നു, ആരംഭിച്ചിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിക്കുക, ലോകത്ത് ഒരു വികസ്വര രാഷ്ട്രം, നമ്മളൊരു വികസിത രാഷ്ട്രമല്ല, ലോകത്തിൽ ഒരു വികസ്വര രാഷ്ട്രം പോലും എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു ബഹുമതി നേടിയെടുത്തിട്ടില്ല. അതായത് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുക, ബഹിരാകാശ അതായത് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ലോകത്തിലെ ഏക വികസ്വര രാഷ്ട്രം എന്നുള്ള ബഹുമതി ആദ്യമായിട്ട് നേടിയെടുത്തത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ്. അത് ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പൊ ഇന്ത്യ ഇത് കഴിഞ്ഞതിൽ നെഹ്റു എന്ന് പറയുന്ന വ്യക്തിയുടെ എന്താണ്, ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുവാനാണ് ഇന്ത്യയിൽ എന്താണ് ഏതാനും ഏജൻസികൾ നമുക്കുണ്ട്. അതിൽ 2 ഏജൻസികളെ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയാണ്. രണ്ടാമത്തേത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവയാണ്. മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ എന്ത് ചെയ്തു, പുരോഗതി കൈവരിച്ചു. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മിസൈലുകളാണ് നോക്കുക, അഗ്നി, പ്രത്യു തുടങ്ങിയവയൊക്കെ. ഡോക്ടർ രാജ
രാമണ്ണ, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവർ ആണവ രംഗത്ത് എന്താണ് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികൾ കൂടിയായിരുന്നു. ഡോക്ടർ രാജാരാമണ്ണയെ നിങ്ങൾക്കറിയില്ല. അദ്ദേഹത്തെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? എന്തെന്നാണ് അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്? ഡോക്ടർ രാജാരാമണ്ണയെ നമ്മൾ ഇന്ത്യക്കാർ അഭിമാനത്തോടെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പേരുണ്ട്. എന്തെന്നാണ്? എന്തെന്നാണ്? ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കക്കാർക്ക് ഓപ്പൺ ഹൈമർ എങ്ങനെയാണോ അതുപോലെ ഇന്ത്യക്കാർക്ക് ആരാണ്? ഡോക്ടർ രാജാരാമണ്ണ. അതുപോലെയാണ് ഇന്ത്യക്കാർക്ക് ആരെന്ന് പറയുന്നത്? ഡോക്ടർ രാജാരാമണ്ണ എന്ന് പറയുന്ന വ്യക്തി. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവാണ് ആരാ? ഡോക്ടർ രാജാരാമണ്ണ എന്ന് പറയുന്ന ആ മനുഷ്യൻ. ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്രിസ്റ്റഫർ നോളൻ ഡയറക്ട് ചെയ്ത. അമേരിക്കക്കാർക്ക് ആരായിരുന്നു ഈ പറയുന്ന ഓപ്പൺ ഹൈമർ? അതുപോലെയാണ് ഇന്ത്യക്കാർക്കാരെന്ന് പറയുന്നത് ഡോക്ടർ രാജാരാമണ്ണ. നമ്മൾ ഹൈമറെ കുറിച്ച് പഠിക്കണം, പക്ഷെ നമ്മൾ രാജാരാമണ്ണെ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. ചില ആളുകൾ പറയും ഇന്ത്യയിലുള്ളത് മാത്രം പഠിക്കും, ഇന്ത്യക്കാർക്ക് ഇങ്ങനെയാണ്. ഇങ്ങനെ ഇന്ത്യക്കാർ ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ പഠിക്കണം, അംഗീകരിക്കണം. അതുകൊണ്ട് ലോകത്തുള്ള ഏതൊന്നും പഠിക്കണ്ട എന്ന് പറയുന്നത് എന്താണ്? വിഡിത്തമാണ്. നമ്മളൊരു ചുറ്റുപാടിലൊന്നും ഒതുങ്ങേണ്ട ആളുകളല്ല. നമ്മളെ ലോകത്തെ മുഴുവൻ വീക്ഷിക്കുകയും അതിലുള്ള കാര്യങ്ങൾ അറിയുകയൊക്കെ ചെയ്യണം. അപ്പൊ എന്താണ്? ഡോക്ടർ രാജാരാമണ്ണയെ കുറിച്ചാണ് നമ്മൾ. അപ്പൊ ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ അതാരായിരിക്കും? രാജാരാമണ്ണയാണ്. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവാണ് ഡോക്ടർ രാജാരാമണ്ണ. പക്ഷെ ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? HJ ബാബ. HJ ബാബയാണ്. നോക്കാം, നമ്മൾ രണ്ട് മഹത് വ്യക്തിത്വങ്ങളെ കുറിച്ച് എന്ത് ചെയ്യണം? പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ആള് വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, HJ ബാബ പോലെ തന്നെ ഈ പറയുന്ന അബ്ദുൽ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഏറ്റവും ഗുരുതുല്യനായിട്ടുള്ള വ്യക്തിയാണ് വിക്രം സാരാഭായി. അദ്ദേഹത്തിനുമായിട്ടുള്ള ഈ പറയുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ മീറ്റിംഗ്, അതായത് അദ്ദേഹത്തെ കണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മകഥയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിവരിക്കുന്നുണ്ട്. നോക്കുക, ആണവശാസ്ത്ര മേഖലയിൽ ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? വിക്രം സാരാഭായി എന്ന് പറയുന്നത്. കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ എന്താണ്? ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി ആരായിരുന്നു? അതാ വിക്രം സാരാഭായി ആയിരുന്നു. എന്തൊക്കെയാണ്? തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം എന്നിവയുടെ ശില്പിയാണ് ആരെന്ന് പറയുന്നത്? വിക്രം സാരാഭായി. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? തുമ്പയിലുള്ള ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിന് അല്ലെങ്കിൽ ബഹിരാകാശ കേന്ദ്രത്തിന് നമ്മൾ എന്ത് ചെയ്തത്? വിക്രം സാരാഭായി സ്പേസ് സെന്റർ എന്ന് നമ്മൾ എന്ത് ചെയ്തത്? പേര് നൽകിയത്. അദ്ദേഹത്തിനോടുള്ള എന്താണ്? അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ടാണ്. അടുത്തത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. പീപ്പിൾസ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? പീപ്പിൾസ് പ്രസിഡന്റ്, ഇന്ത്യയുടെ പീപ്പിൾസ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത്, ജനങ്ങളുടെ രാഷ്ട്രപതി എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രപതിയാണ്. 1 രൂപ ശമ്പളം വാങ്ങിച്ച രാഷ്ട്രപതി. അദ്ദേഹം വളരെ വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കുറിച്ചൊക്കെ നിങ്ങൾ ബുക്കുകളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മകഥയൊക്കെ വായിക്കാത്തവർ വായിക്കണം കേട്ടോ, വായിക്കാൻ താല്പര്യമുള്ള ആളുകൾ. നിങ്ങൾക്കത് ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പോലും ചില മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ പൂർണ്ണമായിട്ട് നമ്മൾ അദ്ദേഹമായി മാറുകയല്ല, പക്ഷെ അദ്ദേഹം എടുത്ത എഫർട്ടുകളൊക്കെ കാണുമ്പോൾ, അദ്ദേഹം ജീവിതത്തിൽ നേരിട്ട രീതികളൊക്കെ കാണുമ്പോൾ നമ്മളിലും പല മാറ്റങ്ങളൊക്കെ ഇതിലൊക്കെ ഉണ്ടാക്കുവാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ശാസ്ത്രജ്ഞനായിരുന്നു, ഗവേഷകനായിരുന്നു, മിസൈൽ സാങ്കേതിക വിദ്യ പരിപോഷിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. അദ്ദേഹം എന്താണ്? ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം എന്താണ്? ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ SLV-3, PSLV എന്നിവ വികസിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത്, നമ്മൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം എന്തെന്ന് വിളിക്കും? അദ്ദേഹത്തെ ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് ആണ് നമ്മൾ ആരെ വിളിക്കുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഞാൻ കുറച്ചു നാൾക്ക് മുമ്പ് എന്താണ് കേൾക്കാനിടയായി.
വളരെ രസകരമാണ് കേട്ടോ. ആ സ്പീച്ചിൽ അദ്ദേഹം പറയുന്നത്, എനിക്ക് ഒരു പൈലറ്റ് ആകുവാനായിരുന്നു ആഗ്രഹം. എനിക്ക് എയർഫോഴ്സിൽ ഒരു പൈലറ്റ് ആകുവാനായിരുന്നു എന്റെ ആഗ്രഹം. അങ്ങനെ ഇങ്ങനെ പൈലറ്റ് ആകാനുള്ള ആഗ്രഹവുമായിട്ട് അദ്ദേഹം എയർഫോഴ്സിൽ ചെന്നു. പക്ഷെ അദ്ദേഹത്തെ എന്ത് ചെയ്തു, അദ്ദേഹം റിജക്റ്റ് ആയി. അവിടെ നിന്ന് റിജക്റ്റ് ആയി. ആ റിജക്റ്റ് ആയതിനു ശേഷം അദ്ദേഹം എന്ത് പറയുന്നു, അദ്ദേഹം പറയുന്നു ഞാൻ അപ്പോ പിന്നെ കഴിഞ്ഞു, കാലഘട്ടം കഴിഞ്ഞു പോയി. അദ്ദേഹം അടുത്ത ലക്ഷ്യത്തിലേക്ക് പോയി. അദ്ദേഹം പല കാര്യങ്ങളൊക്കെ ചെയ്തു, മിസൈൽ മാനായി. അവസാനം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഇരിക്കുമ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഈ പറയുന്ന അന്നത്തെ ഇന്ത്യൻ മിലിറ്ററിയുടെ ചീഫിനോട് അദ്ദേഹം പറയുന്നു, എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ സംഭവം പറപ്പിക്കുക, എന്ത് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ട് പിന്നെ അദ്ദേഹം അതിന് ട്രെയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് യുദ്ധവിമാനം പറത്തിയത്. സുഖോയ് വിമാനമാണ് അദ്ദേഹം പറത്തിയതെന്നാണ് എന്റെ ഓർമ്മ. ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താണ് ഒരു യുദ്ധവിമാനം പറത്തിയ ആരായി മാറുന്നത്, ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. അദ്ദേഹത്തിന്റെ വളരെ ഏജ്ഡ് ആയിട്ട് ഏറ്റവും റീസെന്റ് ടൈമിൽ, അതായത് 60 വയസ്സിനൊക്കെ ശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ആ പറയുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അച്ചീവ് ചെയ്യുന്നത്. അത് അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുമായിട്ട് എന്താണ് കൂടുതലായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് നേടുവാനായിട്ട് കഴിയും. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പരിശ്രമിക്കുക, റിസൾട്ട് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. എന്താണ് അതിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പരിശ്രമിക്കുക. തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് ഒരു നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നോക്കാം അടുത്തത്. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പരീക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ 2008 ഒക്ടോബറിൽ തുടക്കം കുറിച്ചു. അമേരിക്ക, റഷ്യ, യൂറോപ്പ് സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമായിട്ട് ആര് മാറി, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മാറി. അപ്പൊ വേറെ ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്, അമേരിക്ക അയച്ചിട്ടുണ്ട്, റഷ്യ അയച്ചിട്ടുണ്ട്, യൂറോപ്യൻ സ്പേസ് ഏജൻസി അയച്ചിട്ടുണ്ട്, ചൈന അയച്ചിട്ടുണ്ട്, ജപ്പാൻ അയച്ചിട്ടുണ്ട്. 6ാമത്തെ രാജ്യമായിട്ട് ആര് മാറി, 6ാമത്തെ രാജ്യമായിട്ട് 140 മുകളിൽ എന്താണ് ലോകത്തെ രാജ്യങ്ങളുണ്ട്. അതിൽ 6ാമത്തെ രാജ്യമായിട്ട് മാറുവാനായിട്ട് ആർക്ക് കഴിഞ്ഞു, നമ്മളുടെ രാജ്യത്തിന് കഴിഞ്ഞു. 2008 ഒക്ടോബർ 22-ാം തീയതിയാണ് ഈ പറയുന്ന ചന്ദ്രയാൻ 1 എന്ന് പറയുന്ന ദൗത്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ എത്ര ചന്ദ്രയാൻ ദൗത്യങ്ങൾ കൂടി നടത്തി, ചന്ദ്രയാൻ 1-ന് ശേഷം നമ്മൾ എത്ര ചന്ദ്രയാൻ ദൗത്യങ്ങൾ കൂടി നടത്തി, 2 ചന്ദ്രയാൻ ദൗത്യങ്ങളും കൂടി നടത്തി. ചന്ദ്രയാൻ 2 6 സെപ്റ്റംബർ 2019 2ാമത്തെ ചന്ദ്രയാൻ ദൗത്യം നടത്തുന്നത്. ചന്ദ്രയാൻ ദൗത്യം 3ാമത്തെ ചന്ദ്രയാൻ ദൗത്യം നടത്തുന്നത് 14 ജൂലൈ 2023 അങ്ങനെ 3 ചന്ദ്രയാൻ ദൗത്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൊത്തത്തിൽ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളത്. അതിൽ 2ാമത്തെ ആണ് എന്ന് തോന്നുന്നു. എന്താണ് നമുക്ക് നമ്മൾ ലക്ഷ്യം വെച്ചത് നേടുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ 1, 3 എന്താണ് നമുക്ക് വളരെ വിജയകരമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റി, പൂർത്തീകരിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, മംഗൾയാൻ എന്നുള്ളത്. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്നുള്ള ഖ്യാതി എന്തിനാണ്, മംഗൾയാനാണ്. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് എന്താണ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങുകയാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന എന്താണ് കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് സൂര്യനിലേക്ക്, ആദിത്യ എന്ന് പറയുന്നത് സൂര്യനിലേക്ക് എന്താണ് നമ്മള് പേടകം അഴക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുവാനുള്ള സംവിധാനങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്യാൻ പോകുന്നു, ഉണ്ടാക്കുവാനൊക്കെ ആയിട്ട് പോവുകയാണ് ഫ്യൂച്ചറിൽ. അപ്പൊ നമുക്ക് എന്താണ് അതില് വേറെ ഇപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഇതുള്ള വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ ഈ പേടകം വിക്ഷേപിക്കുന്നതിന് മുമ്പ് എന്താണ് നമുക്ക് ഈ പേടകം ഇന്നും ഇന്ത്യയിൽ ഒരു സിസ്റ്റം ഉണ്ട്. എന്താണ്, ഏതോ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് പൂജിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തു, എല്ലാ സാധനങ്ങളും മുകളിലേക്ക് അടക്കുകയുള്ളൂ. അത് ഇന്ത്യക്കാരല്ല. അപ്പൊ നിങ്ങൾ പലർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്, അവര് ശാസ്ത്രജ്ഞരല്ലേ സാർ, അപ്പൊ അവർക്ക് അങ്ങനെ ഉണ്ടായില്ല, അവര് ശാസ്ത്രജ്ഞരാണ്, അത്ര അറിവുള്ള വ്യക്തികളാണ്, പിന്നെ എന്തുകൊണ്ട് അവര് എന്താണ് ഇങ്ങനെ ദൈവത്തിൽ ഇങ്ങനെ ഇത്രയും വിശ്വസിച്ച് ഇത് നിങ്ങൾ ഇത് പൂജിച്ചാലും പൂജിച്ചില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിന്റെ അകത്ത് വർക്ക് ചെയ്യേണ്ട സയൻസ്,
കൃത്യമാണെങ്കിൽ സാധനം പോവും. അതാണ് അതിന്റെ സിമ്പിൾ ലോജിക് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട സിമ്പിൾ ലോജിക് അതാണ്. അതിൽ അപ്ലൈ ചെയ്യേണ്ട സയൻസ് കൃത്യമാണെങ്കിൽ ഈ സാധനം പോവും. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിൽ പരാജയങ്ങൾ നേരിടും. അപ്പോ ഈ വിട്ട 3 നമ്മൾ പൂജിച്ചിട്ടാണ് വിട്ടത്, ഒരെണ്ണം പരാജയമായിരുന്നു. വിട്ട 3 നമ്മൾ പൂജിച്ചിട്ടാണ് വിട്ടത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കോമൺ സെൻസിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇതൊക്കെ 3 എണ്ണത്തിൽ വർക്ക് ചെയ്തതിൽ ചില പാകപ്പിഴകൾ രണ്ടാമത്തെ ഇതിൽ പറ്റി, അതുകൊണ്ടാണ് അത് പോവാത്തത്. ഇത് നിങ്ങൾ ഇവിടെ കൊണ്ടുപോയില്ലെങ്കിലും, ഈ പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് പൂജിച്ചില്ലെങ്കിലും ആദ്യത്തെയും 3ാമത്തെയും മിഷൻ സക്സസ് ആവുമായിരുന്നു. അത് ചെയ്യുന്നത് ഇവരുടെയൊക്കെ ഒരു ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ്. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആത്മസംതൃപ്തി കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളതാണ് എന്റെ ഇത്. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ടും ഓപ്പോസിറ്റ് ആണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വത്താണ്. അതൊരു അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും കൊണ്ടുപോയി പൂജിക്കേണ്ട സാധനമല്ല. അത് ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വത്ത് ഉപയോഗിച്ചുകൊണ്ട്, ജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സാധനമാണ്. അത് ശാസ്ത്രജ്ഞന്മാരുടെ ആത്മസംതൃപ്തിയാണെങ്കിൽ അവർക്ക് അമ്പലത്തിൽ പോയിട്ടൊക്കെ പ്രാർത്ഥന അയച്ചാൽ പോലെ. ഈ നിർമ്മിക്കുന്ന സാധനമൊക്കെ അവിടെ കൊണ്ടുപോയി പൂജിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഈ പറയുന്നതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. നോക്കാം അടുത്തത്. അപ്പോ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നമ്മൾ ഉണ്ടാക്കിയ നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിച്ചു കഴിഞ്ഞത്. ഇനി അടുത്തത് വിദ്യാഭ്യാസമാണ്. ഈ വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത സംഭവങ്ങളാണ് ബഹിരാകാശ ഗവേഷണ രംഗം പോലെ തന്നെ കൃഷി പോലെ, പിന്നെ ഈ പറയുന്ന വ്യാവസായിക വൽക്കരണം പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം? ഇപ്പോ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, ചില ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് ഉണ്ട്. അതായത് നോക്കൂ, സച്ചിൻ ടെണ്ടുൽക്കർ പഠിച്ചിട്ടില്ല, അദ്ദേഹം ഏത് ലെവലിലെത്തി. എപ്പോഴും ഞാനത് നിങ്ങളോട് പറയാറുണ്ട്. നോക്കൂ, ബിൽഗേറ്റ്സ് പഠിച്ചിട്ടില്ല, അദ്ദേഹം പഠിച്ച ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അദ്ദേഹം ജോലി കൊടുക്കുന്നു. അപ്പൊ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ചില ആളുകളുടെ ഒരു പ്രൊപ്പഗൻഡയാണ്. നിങ്ങൾ അങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിരലിൽ എണ്ണാവുന്നതോ അല്ലെങ്കിൽ ഒരു 100 പേരെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിൽ ജീവിതത്തിൽ വിജയിച്ച മനുഷ്യരെ നിങ്ങൾക്ക് കാണുവാൻ കഴിയൂ. പക്ഷെ വിദ്യാഭ്യാസം കൊണ്ട് വിജയിച്ച 1000-ഓ 10,000-ഓ ലക്ഷക്കണക്കിനോ മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും ലോകത്തിൽ എവിടെയും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ചുറ്റും തന്നെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ബിൽഗേറ്റ്സിനൊന്നും നിങ്ങളുടെ ചുറ്റിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയില്ല. പക്ഷെ പഠനം കൊണ്ട് പഠിച്ച് അത്യാവശ്യം ജീവിത വിജയം നേടിയ ആളുകളെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിലും കാണുവാൻ കഴിയും. പഠനം കൊണ്ട് മാത്രം കുടുംബത്തിന്റെ അവസ്ഥകൾ മാറ്റിയ ഒരുപാട് പേരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പഠനം ജോലി കിട്ടുവാനും ഇത് ചെയ്യാനും മാത്രമുള്ള ഒരു മാർഗമല്ല. പഠനമാണ് ഒരു മനുഷ്യനെ രൂപീകരിപ്പിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യനായി മാറേണ്ടത് എന്നുള്ളത്, എങ്ങനെയാണ് സംസ്കാര സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യനായി മാറേണ്ടത് എന്ന് കൂടി നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ നമ്മളുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിൽ അതിന്റെ കാര്യത്തിലൊക്കെ ചില പോരായ്മകളൊക്കെ ഉണ്ട്. എങ്കിലും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിന്റെ ഗുണഭോക്താക്കൾ കൂടുതൽ പെൺകുട്ടികളാണ് എന്ന് അവർക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾ എന്തുകൊണ്ട് നല്ല വിജയം നേടുന്നു എന്നുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എഡ്യൂക്കേഷൻ ആണ്. ഇല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. വിദ്യാഭ്യാസമാണ് ഇന്നത്തെ പെൺകുട്ടികൾ ഇന്നത്തെ ജീവിത വിജയം നേടുന്നതിൽ പ്രധാനപ്പെട്ട. അത് മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത്, അതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഈ വിദ്യാഭ്യാസമാണ് പലരുടെയും ചിന്തകളെ വഴിതിരിച്ചു വിട്ടത്. എല്ലാം വിദ്യാഭ്യാസമാണ്. ഞാൻ പറയും എന്റെ വിദ്യാഭ്യാസ കാലഘട്ടമാണ് എന്നിലുള്ള മനുഷ്യനെ രൂപപ്പെടുത്തിയത് എന്നുള്ളത് ഞാൻ പറയും. ആ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നോക്കാം, വിദ്യാഭ്യാസം ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഡോക്ടർ DS കോത്താരിയുടെ കോട്ടാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ ക്ലാസ് മുറികളിലാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിൽ മാറ്റങ്ങൾ വരുത്തുന്നത്? വിദ്യാഭ്യാസമാണ് നമ്മുടെ ഭാവി തലമുറയെ രൂപപ്പെടുത്തുന്നത്. ഇന്ത്യ ഭാവി തലമുറയെ നിങ്ങൾ ഇപ്പോ നമ്മളുടെ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പറയാം. നമ്മൾ ഇത് മനുഷ്യൻ എവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പിന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ പ്രക്രിയയുടെ കാര്യത്തിലൊക്കെ.
രാമായണവും മഹാഭാരതവും പഠിക്കണം കേട്ടോ, പഠിക്കണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ അതൊരു കമ്പൽസറി വിഷയമായിട്ടൊന്നും പഠിക്കേണ്ട സംഭവമല്ല. ഈ ലിറ്ററേച്ചറിനെ കുറിച്ച് താല്പര്യമുള്ളവർ, അത് താല്പര്യമുള്ള ആളുകൾ അത് പഠിക്കട്ടെ. എല്ലാ മനുഷ്യരും ഇത് പഠിക്കുന്നതുകൊണ്ടൊന്നും കാര്യമില്ല. മനുഷ്യർക്ക് അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കണം, കൂടുതൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. എങ്കിൽ മാത്രമേ മനുഷ്യ സമൂഹത്തിന് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയൂ എന്നുള്ള കാര്യം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകണം. അപ്പോ രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞിരുന്ന ദേശീയ നേതാക്കൾ സ്വതന്ത്രാനന്തരം തദ്ദേശീയമായിട്ടുള്ള വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കുവാൻ ശ്രമിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായിട്ട് എന്താണ് ഗവൺമെന്റ് പല ഘട്ടങ്ങളിലായി വിവിധ കമ്മീഷനുകളെ നിയമിച്ചു. താഴെ നൽകിയിട്ടുള്ള പട്ടികയിൽ നിന്ന് നമുക്ക് അവയെ കുറിച്ച് മനസ്സിലാക്കാം. ഒന്നാമത്തെ കമ്മീഷൻ, ഇത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, പഠിച്ചു വെക്കണം. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. എന്തിനെ കുറിച്ച് പഠിക്കുന്നതിനാണ്? സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ യുജിസിയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നോക്കാം, യുജിസി യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള കമ്മീഷനാണ് എന്തെന്ന് പറയുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പോ 1948 സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം. അടുത്തത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം. എന്താണ് സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അധ്യാപക പരിശീലന സമിതികൾ രൂപീകരിക്കണം എന്നിവയായിരുന്നു അതിന്റെ ശുപാർശകൾ എന്ന് പറയുന്നത്. ശുപാർശകൾ നോക്കി വെക്കണം. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ വേണമെങ്കിൽ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് അത് വരും. കാണാതെ പഠിക്കേണ്ട, നോക്കി വെക്കണം. അടുത്തത് നമ്മൾ മുകളിൽ പറഞ്ഞ DS കോത്താരി, അതായത് ക്ലാസ് മുറികളാണ് ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ DS കോത്താരി കമ്മീഷൻ, അദ്ദേഹം ചെയർമാനായിട്ടുള്ള കമ്മീഷനാണ് DS കോത്താരി കമ്മീഷൻ. 1964 വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റി എന്ത് ചെയ്യണം ഉള്ള ഒരു നിർദ്ദേശം, അതായത് 10, +2, +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ഇന്ന് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന വിദ്യാഭ്യാസ രീതി. പിന്നെ എന്താണ് സെക്കൻഡറി തലത്തിൽ എന്താണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. എന്താണ് മൂല്യ വിദ്യാഭ്യാസത്തിന് എന്ത് ചെയ്യണം ഊന്നൽ നൽകണം. അങ്ങനെ 1986 ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ രൂപീകരിച്ചു. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് എന്താണ് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പിലാക്കിയത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ എന്താണ് പ്രധാന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് താഴെ പറയുന്നവയാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുവാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കണം. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. ഇത്തരത്തിലുള്ള പോയിന്റുകൾ കാണാതെ പഠിക്കരുത്. പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യുവാനായിട്ട് പറ്റുകയുള്ളൂ. അടുത്ത നോക്കുക, മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആരെന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള നവംബർ 11 നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ 11. അത് ആരുടെ ജന്മദിനമാണ്? അത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് എന്താണ്? അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അപ്പോൾ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അതിന്റെ ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ പുത്തൻ വിദ്യാഭ്യാസ നയങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ 2009 ഒരു ചരിത്ര സംഭവത്തിന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്യുന്നു, സാക്ഷ്യം വഹിക്കുന്നു. അതെന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭരണഘടനയുടെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, 2009 നിയമം പാസ്സാക്കുന്നു. മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ തുടങ്ങിയവ
പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് എന്താണ് 2018 മുതൽ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത്. അടുത്തത് സാംസ്കാരിക നേട്ടങ്ങളാണ്. സാംസ്കാരിക നേട്ടങ്ങൾ. സ്വതന്ത്രാന്തര ഇന്ത്യ എന്നാണ് സാംസ്കാരിക മേഖലയിലും വൻ പുരോഗതി നേടുകയുണ്ടായി. ഇന്ത്യക്ക് തനതായ ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യക്കകത്തും പുറത്തും എന്താണ് ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി എന്താണ് സ്വതന്ത്രാനന്തരം ധാരാളം സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ഇവയിൽ പ്രധാനപ്പെട്ടതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നോക്കുക, സാംസ്കാരിക വിനിമയം അധ്യാപകർക്കായിട്ട് വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അധ്യാപകർക്കും കുട്ടികൾക്കുമായിട്ടുള്ള സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചില സാംസ്കാരിക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എന്താണ് സാംസ്കാരിക നേട്ടത്തിനായി ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ആ സ്ഥാപനങ്ങളുടെ പേരുകളാണ് നിങ്ങൾ താഴെ കാണുന്നത്. എന്താണ് സംഗീത നാടക അക്കാദമി, ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, മ്യൂസിക്, എല്ലാത്തിനും വേണ്ടിയുണ്ട് ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ലളിതകലാ അക്കാദമി എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. സാഹിത്യ അക്കാദമി, ഭാഷാ സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളത് ന്യൂഡൽഹിയാണ് അതിന്റെ ആസ്ഥാനം. നാഷണൽ സ്കൂൾ ഫോർ ഡ്രാമ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ രൂപീകരിച്ചത്? നമ്മളുടെ സാംസ്കാരിക വിനിമയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ രൂപീകരിക്കപ്പെട്ടത്. അവസാനത്തെ നമുക്ക് പഠിക്കാനുള്ളത് വിദേശ നയം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇതോടുകൂടി എന്താണ് ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നോക്കുക, വിദേശ നയം ലോകത്തെ എല്ലാ ജനവിഭാഗത്തിന്റെയും സൗഖ്യവും സ്വതന്ത്രവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുടെയും സൗഹൃദപരമായിട്ടുള്ള സഹകരണമാണ് നമ്മളുടെ ലക്ഷ്യം. ആരുമായിട്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോക രാജ്യങ്ങളോട് ഞങ്ങൾക്ക് ഉണർത്താനുള്ളത്. ജവഹർലാൽ നെഹ്റു 1947 പ്രസംഗിച്ചതാണ്. വിദേശ രാജ്യങ്ങളുടെ ഇന്ത്യയുടെ സമീപനം വ്യക്തമാക്കുന്നതാണ് നെഹ്റുവിന്റെ വാക്കുകൾ. സ്വതന്ത്ര സമര കാലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുത്തിയ വിദേശ നയമാണ് സ്വതന്ത്രാന്തര ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, സാമ്രാജ്യത്വത്തിനോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്. എന്താണ്? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്. വംശീയവാദത്തോടുള്ള വിദ്വേഷം. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം. പഞ്ചശീല തത്വങ്ങൾ. വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. പിന്നെ എന്താണ്? ചേരിചേരായ്മ. ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത്. വംശീയ വാദത്തോടുള്ള വിദ്വേഷം, ഇതൊക്കെ ഇന്ത്യയുടെ എന്താണ് ഫോറിൻ പോളിസിയുടെ ഭാഗമാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ എന്താണ് ചിരി വരും, എങ്കിലും ഇതൊക്കെ നമ്മുടെ ഫോറിൻ പോളിസിയുടെ ഭാഗമായിരുന്നു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അടുത്തത് പഞ്ചശീല തത്വങ്ങൾ. 1954 ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് എന്തെന്ന് പറയുന്നത് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻലായിയുമാണ് എന്ത് ചെയ്തത്, ഈ പ്രസ്താവനകളിൽ ഒപ്പിട്ടത്. ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എന്താണ്, എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അത് തന്നെയായിരിക്കും എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് രാജ്യത്തിന്റെയും അതിന്റെ അതിർത്തിയെയും പരമാധികാരത്തെയും എന്ത് ചെയ്യും, പരസ്പരം അംഗീകരിക്കും. പരസ്പരം എന്ത് ചെയ്യും, ആക്രമിക്കാതിരിക്കുക. ആഭ്യന്തര കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, പരസ്പരം ഇടപെടാതിരിക്കുക. സമത്വവും പരസ്പര സഹായവും എന്ത് ചെയ്യുക, പുലർത്തുക. സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം പാലിക്കുക. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് പഞ്ചശീല തത്വങ്ങളിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ചൈന എന്ന് പറയുന്ന രാജ്യം നമ്മളെ ആക്രമിച്ചു. അപ്പോ രണ്ടാം ലോക മഹായുദ്ധാനന്തരം എന്താണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണം. നമ്മള് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ടിറ്റോയും എന്താണ് അബ്ദുൽ നാസർ കമാലൊക്കെ കുറിച്ച് ചേർന്നുകൊണ്ട് ചേരിചേരാ പ്രസ്ഥാനം എന്ത് ചെയ്തു, രൂപീകരിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിലെന്താണ് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച മറ്റൊരു ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ചേരിചേരാ പ്രസ്ഥാനം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്, നമ്മൾ ഒരാളുടെയും പക്ഷം പിടിക്കില്ല, നമ്മൾ എന്താണ് നിഷ്പക്ഷമായിട്ട്
എന്താണ് കാര്യങ്ങൾ നോക്കി വിലയിരുത്തിയതിന് മാത്രം എന്ത് ചെയ്യും, അഭിപ്രായം പറയും. ഒരു പക്ഷത്തും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചേരില്ല. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, ചേരാ നയം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ എന്താണ് സ്ഥിരമായി ഒരു ചേരിയോട് നിൽക്കാത്ത പ്രശ്നത്തിന്റെ ശരിതെറ്റുകൾ വിലയിരുത്തി നിലപാടെടുക്കുക എന്ന സമീപനമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്യുന്നത്, സ്വീകരിച്ച് വരുന്നത്. അപ്പൊ എന്താണ്, ഇതോടുകൂടി എന്താണ് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളും മറ്റുള്ള കാര്യങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് അതിനൊരു ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏറ്റവും സ്മോൾ ആയിട്ട് എന്താണ്, അഭയാർത്ഥി പ്രവാഹം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഭരണഘടന, പൊതു തെരഞ്ഞെടുപ്പ്, ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന, സാമ്പത്തിക നയങ്ങൾ, ശാസ്ത്ര പുരോഗതി, വിദ്യാഭ്യാസം, സാംസ്കാരിക രംഗം, വിദേശ നയം, ഇതൊക്കെയാണ് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ എന്താണ് നമ്മൾ ഉണ്ടാക്കിയ നേട്ടങ്ങളും എന്താണ് നമ്മൾ നേരിട്ട വെല്ലുവിളികളും എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഇതോടുകൂടി എന്താണ് നമ്മൾ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഇക്കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കേണ്ട ചില കാര്യങ്ങൾ കാണാതെ പഠിക്കുക, അല്ലാത്ത പോയിന്റുകളൊക്കെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോ ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.